നമസ്കാരം. NCTVയുടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിനിലേക്ക് സ്വാഗതം. ഇന്നത്തെ പ്രധാന വാർത്താ സംഭവങ്ങൾ നോക്കാം. ലൈംഗിക ആരോപണങ്ങൾ നേരിട്ടതിനെ തുടർന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ MLA-ക്കെതിരെ നടപടിയെടുത്ത് പാർട്ടിയുടെ പ്രാഥമിക അംഗത്വത്തിൽ നിന്ന് രാഹുലിനെ സസ്പെൻഡ് ചെയ്തു. 6 മാസത്തേക്കാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. MLA സ്ഥാനത്ത് രാഹുൽ തുടരും. ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷണം ഉണ്ടാകില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം നേതാക്കൾക്കിടയിൽ ശക്തമായിരുന്നു. ഒടുവിലാണ് രാഹുലിനെ സസ്പെൻഡ് ചെയ്തുകൊണ്ടുള്ള നടപടി പാർട്ടിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത്. അടുത്ത നിയമസഭാ സമ്മേളനത്തിൽ രാഹുൽ പങ്കെടുക്കാൻ സാധ്യതയില്ല. അവധിയെടുക്കാൻ നിർദ്ദേശിച്ചേക്കുമെന്നും പാർട്ടി വൃത്തങ്ങളിൽ നിന്നും സൂചനയുണ്ട്. ആരോപണം പുറത്തുവന്നതിനെ തുടർന്ന് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാഹുൽ മാങ്കൂട്ടത്തിൽ രാജിവെച്ചിരുന്നു. കോൺഗ്രസ് കൊടകര മണ്ഡലം നേതൃയോഗവും പുതിയ ഭാരവാഹികളുടെ ചുമതല കൈമാറ്റവും സംഘടിപ്പിച്ചു. KPCC സെക്രട്ടറി A. പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് VM ആന്റണി അധ്യക്ഷനായി. വാർഡ് പ്രസിഡന്റുമാർക്കുള്ള തിരിച്ചറിയൽ കാർഡ് വിതരണം സനീഷ് കുമാർ ജോസഫ് MLA നിർവഹിച്ചു. ബ്ലോക്ക് പ്രസിഡന്റ് VO പൈലപ്പൻ, സദാശിവൻ കുറുവത്ത്, MK ഷൈൻ, വിനയൻ തോട്ടാപ്പള്ളി, VR രഞ്ജിത്ത്, ബൈജു അറയ്ക്കൽ, PK അരുൺകുമാർ, പ്രനീല ഗിരീശൻ, മിനി ദാസൻ, ജോസ് കോച്ചക്കാടൻ, ബിജി ഡേവിസ് എന്നിവർ പ്രസംഗിച്ചു. കേരള കോൺഗ്രസ് ഇരിങ്ങാലക്കുട നിയോജക മണ്ഡലത്തിൽ നടത്തുന്ന 100 കുടുംബ സംഗമങ്ങളുടെ ഉദ്ഘാടനം ആളൂരിൽ സംഘടിപ്പിച്ചു. ഡെപ്യൂട്ടി ചെയർമാൻ തോമസ് ഉണ്ണിയാടൻ ഉദ്ഘാടനം ചെയ്തു. ആളൂർ മണ്ഡലം പ്രസിഡന്റ് നൈജു ജോസഫ് ഊക്കൻ അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന ജനറൽ സെക്രട്ടറി മിനി മോഹൻദാസ്, നിയോജക മണ്ഡലം പ്രസിഡന്റ് റോക്കി ആളൂക്കാരൻ, സേതുമാധവൻ പറയമ്മളപ്പിൽ, ജോബി മംഗലൻ, ജോജോ മാടവന, ജോസ് അരിക്കാട്ട്, ജോർജ് കുറ്റിക്കാടൻ, തോമസ് തോട്ടിയാൻ എന്നിവർ പ്രസംഗിച്ചു. ചേർപ്പ് ഊരകത്ത് ഓട്ടോ ഡ്രൈവറെ ആക്രമിച്ച 2 യുവാക്കളെ ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തു. ഊരകം മാവിൻചോട് മാക്കോത്ത് വീട്ടിൽ 26 വയസ്സുള്ള അജിൽ, മണ്ണുത്തി കാളത്തോട് പൊറ്റക്കാട്ട് വീട്ടിൽ 21 വയസ്സുള്ള നയൻ കൃഷ്ണ എന്നിവരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ആഗസ്റ്റ് 23-നായിരുന്നു സംഭവം. ഓട്ടോ ഡ്രൈവറായ ഊരകം കിസാൻ കോർണറിൽ മരത്തുവളപ്പിൽ വീട്ടിൽ രാമചന്ദ്രൻ ഓട്ടോറിക്ഷയിൽ യാത്രക്കാരുമായി പോകുന്നതിനിടെയാണ് ആക്രമണം ഉണ്ടായത്. ബൈക്കിലെത്തിയ പ്രതികൾ ഓട്ടോറിക്ഷയ്ക്ക് സൈഡ് കൊടുക്കാതെ തടസ്സം സൃഷ്ടിക്കുകയും പലതവണ ബ്രേക്ക് പിടിച്ച് യാത്ര തടസ്സപ്പെടുത്തിയതിനെ തുടർന്ന് രാമചന്ദ്രൻ ഹോൺ അടിച്ചതിന്റെ വിരോധത്തിലായിരുന്നു ആക്രമണമെന്ന് പോലീസ് പറഞ്ഞു. അജിൽ ചേർപ്പ് പോലീസ് സ്റ്റേഷനിൽ കഞ്ചാവ് ഉപയോഗിച്ചതിന് 2 കേസടക്കം 3 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. ചേർപ്പ് പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ സുബിന്ദ്, MS ഷാജു, സിവിൽ പോലീസ് ഓഫീസർമാരായ മുഹമ്മദ്, ശരത് കുമാർ എന്നിവരാണ് അന്വേഷണ സംഘത്തിൽ ഉണ്ടായിരുന്നത്. കനത്ത മഴയത്ത് മുരളീധരന്റെ മനസ്സിൽ ആധിയാണ്. വീടിന്റെ മേൽക്കൂര ഏത് നിമിഷവും നിലംപൊത്തുമെന്ന ഭീതിയാണ്. മറ്റത്തൂർ പഞ്ചായത്തിലെ 10ാം വാർഡിലാണ് ഈ കുടുംബം ആശങ്കയിൽ കഴിയുന്നത്. മറ്റത്തൂർ പഞ്ചായത്ത് 10ാം വാർഡിൽ വെള്ളാട്ട് മുരളീധരനും ഭാര്യ ബിജിയുമാണ് വർഷങ്ങളായി മേൽക്കൂര തകർന്ന വീട്ടിൽ കഴിയുന്നത്. ടാർപോളിൻ കൊണ്ട് മേൽക്കൂര മറച്ചു കെട്ടിയിരിക്കുകയാണ്. കഴുക്കോൽ, പട്ടിക എന്നിവയെല്ലാം ചിതലരിച്ചു കഴിഞ്ഞു. ഓടുകൾ തൂങ്ങി നിൽക്കുകയാണ്. കൂലിപ്പണിയെടുത്ത് കഴിയുന്ന കുടുംബത്തിന് സർക്കാരിന്റെ ആനുകൂല്യങ്ങളൊന്നും ലഭിച്ചില്ലെന്ന് മുരളീധരൻ പറയുന്നു. എല്ലാ വർഷവും പതിവായി അപേക്ഷ നൽകാറുണ്ടെങ്കിലും അധികൃതർ പരിഗണിക്കുന്നില്ലെന്ന് BPL വിഭാഗത്തിൽപ്പെട്ട ഇവർ പറഞ്ഞു. ഞങ്ങൾ വെള്ളികുളങ്ങര കാലങ്ങളായിട്ടുള്ള താമസക്കാരാണ്. ഇന്ന് വരയ്ക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ഒരു ആനുകൂല്യങ്ങളോ കാര്യങ്ങളൊന്നും നമുക്ക് ഇന്നുവരയ്ക്ക് കിട്ടിയിട്ടില്ല. പല അപേക്ഷകളും കാര്യങ്ങളൊക്കെ കൊടുത്തിരുന്നുണ്ടെങ്കിലും വീടാണെങ്കിൽ ഇടിഞ്ഞു പൊളിഞ്ഞു പോകാറായി. എനിക്ക് എൻ്റെ മക്കൾക്കോ പേരക്കുട്ടികൾക്കോ ഒന്നും കിടക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ്. എനിക്കാണെങ്കിൽ എൻ്റെ ഭാര്യയ്ക്കാണെങ്കിൽ വയ്യ, എനിക്കാണെങ്കിലും വയ്യ. മകനാണെങ്കിൽ ആണ് കാര്യമായിട്ടൊരു ജോലിക്ക് പോകുന്നത്. അവരെ കുട്ടി അപ്പോൾ അവരുടെ ഭാര്യ വീട്ടിലാണ് തങ്ങനെ ഇവിടെ കിടക്കാൻ പറ്റാത്ത ഒരവസ്ഥയായതിൻ്റെ പേരിൽ 40 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച വീടാണിത്. ഏത് നിമിഷവും നിലം പൊത്താവുന്ന നിലയിലുള്ള വീട് താമസയോഗ്യമല്ലാത്തതിനാൽ മകനും കുടുംബവും കുട്ടികളോടൊപ്പം ഇവിടെ നിന്ന് മാറി താമസിക്കുകയാണ്. നിരവധി വർഷങ്ങളായി ഗ്രാമസഭയിൽ വിഷയം ഉന്നയിച്ചിട്ടും
അർഹതയുണ്ടായിട്ടും തങ്ങളെ പരിഗണിച്ചില്ലെന്ന് വീട്ടമ്മയായ ബിജി പറയുന്നു. ഞങ്ങൾ വെള്ളിക്കുളങ്ങര മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ 10-ാം വാർഡിൽ താമസിക്കുന്നു. ഞങ്ങളുടെ വീട് കുറേ കാലമായിട്ട് ഇങ്ങനെയാണ്. ഇത് ഞങ്ങൾ കുറേ പ്രാവശ്യം പോയതാണ്, അപേക്ഷയൊക്കെ കൊടുത്തു. പക്ഷേ അതിനൊന്നും ഒരു തീരുമാനം ഇതുവരെ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഞങ്ങൾക്ക് വീട് കിട്ടണം. വീട് കിട്ടാൻ പറ്റിയല്ല, ഇത് മൊത്തം ഇടിഞ്ഞ് താഴെ വീഴാറായിരിക്കുന്നത്. എങ്ങനെയെങ്കിലും ഞങ്ങൾക്ക് ഈ വീടൊന്ന് പൊളിച്ചു പണിയാനുള്ളത് സഹായിക്കണം. ഞങ്ങളുടെ മക്കൾ പോലും ഇവിടെ വന്ന് താമസിക്കുന്നില്ല ഈ വീട് ഇങ്ങനത്തെ ഒരവസ്ഥയിലായതുകൊണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങളെ സഹായിച്ചേ പറ്റത്തുള്ളൂ. ഇവരുടെ ആവശ്യം ന്യായമുള്ളതാണെന്നും പേടിയില്ലാതെ അന്തിയുറങ്ങാൻ ഇവർക്ക് സാഹചര്യം ഒരുക്കണമെന്നും പൊതുപ്രവർത്തകനായ സജി അധികൃതരോട് ആവശ്യപ്പെട്ടു. ഞാൻ ഈ സ്ഥലം വന്ന് നോക്കിയപ്പോൾ കണ്ടൊരു ഭയാനകമായൊരു കാഴ്ചയാണ്. ഉത്തരങ്ങളൊക്കെ ഒടിഞ്ഞ് അത് കുത്തൊടുന്ന് നിർത്തിക്കുക. വെള്ളം, ഒരു തുള്ളി വെള്ളം പോലും പുറത്തു പോകില്ല, അകത്ത് തളം കെട്ടി കിടക്കണം. ഇവരോട് ചോദിച്ചപ്പോൾ ഇവർ കഴിഞ്ഞ 5 വർഷക്കാലമായിട്ട് ഈ വാർഡ് 10 ഗ്രാമസഭകളിൽ നിരന്തരമായിട്ട് പരാതികൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഈ ഗ്രാമസഭയിൽ വയ്ക്കുന്ന പരാതികൾക്ക് അതിൻ്റെ എവിഡൻസ്, തെളിവ്, റെസീറ്റ് ഒന്നും കിട്ടില്ല. അതാണ് ഇവർക്ക് പറ്റിയത്. പക്ഷേ അന്വേഷണത്തോളം മനസ്സിലായത് ഇത് വാർഡ് മെമ്പർക്ക് താല്പര്യമുള്ള ആളുകൾക്കാണ് ഇവിടെ പുതിയ വീടുകൾ വരെ പണിത് കൊടുത്തിരിക്കുന്നത്. നല്ല വീടുകൾ പൊളിച്ചു മാറ്റിയിട്ട് 2 വീട് ഇവിടെ പുതിയത് പണിതിട്ടുണ്ട്. ഇങ്ങനെയുള്ള ഈ പാവങ്ങളുടെ ഒരു 50,000 രൂപ അറ്റകുറ്റപ്പണികൾക്ക് കൊടുത്തിരുന്നെങ്കിൽ ഇവർക്ക് ഈ കഷ്ടത മാറിപ്പോയേനെ. ഇപ്പോഴും പറയാനുള്ളത് വെച്ചാൽ പഞ്ചായത്തിൽ ബന്ധപ്പെട്ട അധികാരികൾ എത്രയും പെട്ടെന്ന് ഇവർക്ക് ഈ മഴ പോകുന്നതോട് കൂടി തന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറി കിടക്കാനുള്ള അറ്റകുറ്റപ്പണികൾക്കായിട്ടുള്ള ഒരു സംഖ്യ പാസ്സാക്കി ഇവരുടെ ഈ വേദനയ്ക്ക് ഒരു പരിഹാരം കാണുന്നതാണ് എനിക്കൊരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ ആവശ്യപ്പെടാനുള്ളത്. അതേസമയം കോളനികളുടെ വികസനത്തിന് 60 വീടുകൾക്കായി 1 കോടി രൂപ ചിലവഴിച്ച ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ നേരത്തെ ഇവർ ഉൾപ്പെട്ടിരുന്നതായും ആ ആനുകൂല്യം ലഭിച്ചതിനാലാണ് പുതിയ അപേക്ഷയിൽ ഇവർ പരിഗണിക്കപ്പെടാൻ വൈകുന്നതെന്നും നിലവിൽ ഇവരെ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളതായും പഞ്ചായത്ത് അംഗം ഷൈബി സജി പറയുന്നു. എന്നാൽ ബ്ലോക്ക് പഞ്ചായത്തിന്റെ പദ്ധതിയിൽ വീടിന്റെ അതിർത്തി കെട്ടി സംരക്ഷിക്കുന്ന പ്രവർത്തനം മാത്രമാണ് നടന്നതെന്നാണ് വീട്ടുകാർ പറയുന്നത്. ഏതു നിമിഷവും നിലംപൊത്താവുന്ന തകർന്നു വീഴാറായ ഒരു വീട്ടിൽ ഭീതിയോടെ കഴിയുകയാണ് ഒരു കുടുംബം. അനർഹരായ നിരവധി പേർ സർക്കാർ ആനുകൂല്യങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുമ്പോൾ അർഹരായ ഇവർ നിരന്തരം അവഗണിക്കപ്പെടുന്നതായാണ് ഇവരുടെ പരാതി. അന്തിയുറങ്ങാൻ അടച്ചുറപ്പുള്ള ഒരു ഭവനം, അത് മാത്രമാണ് ഈ കുടുംബം ആവശ്യപ്പെടുന്നത്. ക്യാമറമാൻ നന്ദുവിനൊപ്പം ആൻഡോ കല്ലേരി, NCTV ന്യൂസ്, പുതുക്കാട്. കാലാവസ്ഥ. കൂടിയ താപനില 31 ഡിഗ്രി സെൽഷ്യസ്, കുറഞ്ഞ താപനില 24 ഡിഗ്രി സെൽഷ്യസ്. ചാലക്കുടി കൃഷ്ണ ജ്വല്ലറിയിൽ ഇന്നത്തെ സ്വർണ്ണവില. സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് അപ്പസ്വർണം ആഡംബരവുമാണ്, സമ്പാദ്യവുമാണ്. സ്വർണം കയ്യിലുണ്ടേ അതൊരു ധൈര്യവുമാണ്. കൃഷ്ണ ജ്വല്ലറി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ചാലക്കുടി. ഹൃദയങ്ങൾ കീഴടക്കിയ വിശ്വാസം. സ്വർണം ഗ്രാമിന് 9,305 രൂപയും പവന് 74,440 രൂപയും രേഖപ്പെടുത്തി. ഇതോടെ വാർത്തകൾ ഇതുവരെ എന്ന ന്യൂസ് ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.